രാത്രി കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയോടൊപ്പിട്ടുണ്ടാ വരുന്നത്. കാറല്ല, കാറിൽ നിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ, ആ അമേരിക്കൻ റേറ്റഡ് മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത് അടി ചെറുക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാടാ അടിക്കാത്ത? അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറ്, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ചെ ഈ വേഷവും കിട്ടി ഈ നേരത്ത് ഇങ്ങനെ? ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാൻ ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? രണ്ടുമല്ല. രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്, ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. മതി, ബാക്കി ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി തഥാഗത ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. അവറാച്ചൻ ഇടഞ്ഞ തന്നെയാ. എന്തായിരുന്നു അവന്റെ ഒരു ഹുങ്ക്. ഇനിയിപ്പോ പുതിയ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നമുക്ക് പറ്റിയ ഒരാളെ തിരഞ്ഞെടുക്കണം. സർ, എനിക്കൊരു അഭിപ്രായമുണ്ട്. തന്റെ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അങ്ങ് IAS മീറ്റിംഗ് ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. എറണാകുളം ക്രൈംബ്രാഞ്ചിലെ രാജം എബ്രാഹിമിനെ ആക്കിയാലോ? അയാളാവുമ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൊള്ളിക്കാം. അവൻ കൊള്ളാം. അയ്യോ, ബഹുമാനപ്പെട്ട കമ്മീഷണർ എത്തിയോ? താൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നോ. എന്റെ കാല് പിടിക്കാൻ നടക്കുകയല്ലടാ പുല്ലേ. ഇന്നും കൂടെ നീ യൂണിഫോം വിട്ട് മീശയും പിരിച്ച് മസിലും പരിപ്പിച്ച് നടന്നോ, അവറാച്ചൻ നിന്റെ തൊപ്പി നിർപ്പിക്കൂടാ പരമ മോനെ. വളരെ ഉപകാരം സർ. എനിക്കിട്ട് പണിയല്ലേ. എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ഷൈൻ ചെയ്ത് നീ മറ്റടുത്തെ കോപ്പനാകാന്ന് വിചാരിച്ചല്ലേ? അതിനെ ഞൊട്ടണം. എടാ, നിന്നെ കൊണ്ട് ആറ്റുവാ കുടുംബത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി മൂക്കൊണ്ട് ഇമ്മ ഞാൻ വരപ്പിക്കും. എന്റെ കാലും കക്കൂസ് ഞാൻ നിന്നെ കൊണ്ട് കഴിക്കും. എന്റെ മാപ്പിളച്ച് ക്ലാരമ്മയുടെ ചട്ടയും കൊണ്ട് നിന്നെ കൊണ്ട് കഴുകിച്ചാൽ തോരക്കിടിക്കും. കേട്ടോടാ രാമനാഥ. തന്റെ കാല് നക്കാനും തന്റെ മാപ്പിളച്ചിലെ ചട്ട തോരയിടാൻ പറ്റിയ പോലീസുകാർ വേറെ ഉണ്ടാവും ഇവിടെ. ഞാൻ വന്ന അതിനൊന്നുമല്ല. ഇന്നലെ രാത്രി നഗരത്തിലെ നക്ഷത്രവേശാലയം റെയ്ഡ് ചെയ്തപ്പോ അവിടെ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ അവറാച്ചന്റെ തുണിയും കോണാനും ഇല്ലാത്തൊരു കാസറ്റ് കിട്ടി. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അവറാച്ചായോ എന്താടോ എനിക്കെന്താ ഇവിടെ കാര്യം? ഓവർത്ത് സാധു സ്ത്രീ സംരക്ഷകയും മഹിളാ പ്രവർത്തകയുമായ അച്ചാമ്മയുടെ വീട്ടിൽ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു മന്ത്രി അല്ലേ? തനിക്കിപ്പോ എന്താ അറിയേണ്ടത്? അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അച്ചാമ്മയുമായിട്ട് ഈ അടുത്ത കാലത്ത് വല്ല ഒരസലുണ്ടായോ? ഉണ്ടായി കാണും. അതുകൊണ്ടല്ലേ മന്ത്രി ആടിത്തിമിർത്ത രാസകേളികൾ മുഴുവൻ അവര് ക്യാമറയിൽ ഒപ്പിയെടുത്തത്. താൻ മതിമറന്ന് രസിച്ചോണ്ടിരുന്നപ്പോ അച്ചാമ്മയുടെ മൂളയുള്ള പിള്ളേര് തന്റെ കാമകേളികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് കാസറ്റിലാക്കിയോടോ മണ്ടം മന്ത്രി. ഞാൻ പറയുന്നല്ലേ ഉള്ളൂടോ. താൻ കാണിച്ച പോക്കിരിത്തരം മുഴുവൻ ഈ കാസറ്റിനകത്തുണ്ട്. തന്റെ കൊച്ചുമോളാകാൻ പ്രായമുള്ള ഒരു 15 വയസ്സുകാരി പെണ്ണിന്റെ മുമ്പില് താൻ കാണിച്ച വീരസാഹസങ്ങൾ കണ്ടാൽ താൻ തന്നെ ഞെട്ടിപ്പോവും. കണ്ടു നോക്കുന്നു. രാമനാഥൻ അല്ലടോ, രാമനാറി. താൻ എന്നെ സസ്പെൻഡ് ചെയ്യും അല്ലേ? താൻ എന്റെ തൊപ്പി തെറിപ്പിക്കും അല്ലേ? ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ എനക്കടോ. തന്നെ ഞാൻ വെല്ലുവിളിക്കുക. പക്ഷെ അതിനു മുമ്പ് തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. അതിനുള്ളതായത് കാണോ എനിക്ക്. കാണോടോ പരമോ. കമ്മീഷണറെ, എന്റെ പ്രതിച്ഛായ തകർക്കരുത്. എന്റെ ഒരു പ്രതിച്ഛായ. മന്ത്രിയോ മന്ത്രിയുടെ മക്കളോ പ്രതികളായാൽ ഉടനെ അവരുടെ പ്രതിച്ഛായ തകരും. മാനവും മര്യാദയ്ക്ക് കഴിയുന്നവരെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായയും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ്. കാരണം അവരൊക്കെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണല്ലോ. അതിന്റെയൊക്കെ തെളിവല്ലടോ പ്രമാദമായ ചാവറ പെൺവാണിഭ കേസ്. കേസിൽ ഉൾപ്പെട്ട പെണ്ണ് വേശ്യയാണെന്ന് അവളെ സമ്മതിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല. അവളുടെ കന്യാത്വം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് താൻ എത്ര പേരെയാണോ ജയിലിട്ട് ഇടിച്ചത്? അതിന്റെയൊക്കെ ശിക്ഷയാണ് അവറാച്ച ഇപ്പൊ കിട്ടുന്നത്. പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു. ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടറാ. ഉടനെ കിട്ടും. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ദേവിയെ തന്നെ ഉപദ്രവിക്കരുത്. കേസ് ഇരുചവി അറിയാതെ ഞാൻ ഒതുക്കി തരാം. പക്ഷേ ചെലവുണ്ട്. എന്താ? എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഏറ്റു. എങ്കിൽ മൂന്നാറിൽ കിടക്കുന്ന തന്റെ വക 100 ഏക്കർ ഏല എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്ന അഡ്രസ്സിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എസ്റ്റേറ്റോ? മൂന്നാറിലോ? എനിക്കോ? എന്ന് തരാമെന്നാ ഈ പറയുന്നേ? വിലപേശ നീലങ്ങളെയല്ലേ. എന്റെ ഒരാള് അവറാച്ചൻ പറയുന്ന സ്ഥലത്ത് അവറാച്ചൻ വന്ന് കാണും.
മാസ്റ്റർ കാസറ്റും എസ്റ്റേറ്റും പരസ്പരം കൈമാറിയതിനു ശേഷം താൻ സുഖസ്വസ്ഥമായിട്ടിരുന്ന് ഭരിച്ചോടോ. കേരള ജനത പുളകം കൊള്ളട്ടെ. തന്നെ പോലുള്ള നാറികൾ ഭരിച്ചാലേ ബാക്കിയുള്ളവന് 4 ചക്രം ഉണ്ടാക്കാൻ പറ്റൂ. ഇതൊന്ന് കണ്ടു നോക്ക്. അപ്പൊ പോട്ടെ. ഓ, ഇനി നാളെ സല്യൂട്ട് ചെയ്യാൻ എന്റെ തലയിൽ തൊപ്പിയില്ലാതെ പോയാലോ? എന്താ ഇതെന്താണോ? തനിക്കിതെന്ത് പറ്റി? ഇനിയൊന്നും പറ്റാനില്ല CMA. എന്താണോ തന്റെ കയ്യില്? ഇതൊരു കാസറ്റാ. കാസറ്റോ? ഒരു സിനിമയുടെ കാസറ്റാ. തനിക്കൊക്കെ ഇത് കാണുന്നതല്ലേ ഇഷ്ടം. കമ്മീഷണറുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു. അയ്യോ, അത് പറയാനാ ഞാൻ വന്നത്. അത് പിൻവലിക്കണം. അതെന്താ? പിൻവലിച്ചേ പറ്റൂ. എന്താണോ പെട്ടെന്നൊരു മനംമാറ്റം? കർത്താവിനെ ഓർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ CMA. നമ്മുടെ ഖജനാവ് പോലെ എന്റെ ജീവിതവും കാലിയാക്കരുത്. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ? അവൻ ബഹളം ഉണ്ടാക്കാതെ. എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ച് കെട്ടടാ. അപ്പോന് ഫോൺ ഇന്ന് താമസിച്ചു. ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും താഴെ പോകും. ഹലോ ആളടിയില്ലേ? ഹലോ, ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ, സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്ന ആളോട് പറഞ്ഞതാ. അടി കിടന്നാളോ? എന്താണ് അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോകണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. ഇപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ, ഇവിടുന്ന് റെഡി ആവും. നമുക്ക് സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ? അയ്യേ, അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരു മാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി? CS എത്ര പ്ലസ് ഉണ്ടായി? എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി? പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി? ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോകാത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിന് എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിലും ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ അവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ ഒന്നും വേണ്ട. അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമദ്യ റെയ്ഡുകളൊക്കെ ഡൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക. വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് വന്നു. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും. മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ, ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ. വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ. കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറഞ്ഞെന്നാ തോന്നുന്നത്. എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനാ സാറ്. വീഡിയോ പിടിക്കേണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ?
അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനമല്ലോടോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുകളെന്നാ തോന്നണേ. സമയില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിന്റെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാൽ മതി. മൂന്നാല് എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? മണ്ടാൻ കേട്ടാ. എന്താ ഗോപന്റെ മുഖത്തൊരു വാട്ടം? തനിക്ക് വിഷമം തോന്നിയോ? തോന്നി സാർ. കമ്മീഷണർ രാമനാഥന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയാണ് IAS വേണ്ടെന്ന് വെച്ച് ഞാൻ IPS എടുക്കാനുള്ള കാരണം. ആ കാസറ്റ് കൈ തന്നപ്പോ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഇഷ്യൂ ആക്കി സാർ അതിനെ മാറ്റും എന്ന് ഞാൻ കരുതി. ബട്ട് ഐ എം ഫീലിംഗ് ഡിഫീറ്റഡ്. സാറിന് എന്തു പറ്റി? ഈ നിലപാട് തെറ്റല്ലേ സാർ? അല്ലടോ, ഇന്നിന്റെ ശരി ഇതാണ്. ഇത് കലിയുഗമാണ്. ദേവനാണെങ്കിൽ കൂടി രാക്ഷസ വേഷം കെട്ടിയാലേ ഇവിടെ ആടാൻ പറ്റൂ. കാരണം നമ്മളെ ഭരിക്കുന്ന ചില ഭരണാധികാരികൾ പോലും രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ്. ഇപ്പോ തെളിവുകളെല്ലാം ശേഖരിച്ച് നമ്മൾ അവർ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോളൂ. നമുക്ക് കിട്ടുന്നത് സസ്പെൻഷൻ ആയിരിക്കും. പിന്നെ കുറെ രാഷ്ട്രീയക്കാരുടെ ആജന്മ ശത്രുതയും. എത്രയോ അനുഭവമുള്ളവനാടോ ഞാൻ. തനിക്കറിയോ, പണ്ടൊക്കെ നാട്ടിൻ പുറത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിച്ചു വന്നാൽ അവനിവനെ പെണ്ണ് കിട്ടുകയില്ല. പക്ഷെ ഇന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും വെട്ടിപ്പിനും തട്ടിപ്പിനും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നെ കണക്കെടുത്തിട്ടാ. മോഷണവും വഞ്ചനയൊക്കെ ഇന്ന് മാന്യതയാടോ. ഇവിടെ ഇപ്പൊ തന്റെ ആരാധ്യ പുരുഷനായ രാമനാഥൻ ചേരെ തിന്നുന്ന നാട്ടിലാണ്. ഞാൻ അതിന്റെ നടുത്തുണ്ടം തിന്നും. അതെന്റെ ഒരു വാശിയാ. ചിലരോടൊക്കെയുള്ള വൈരാഗ്യമാണെന്ന് കൂട്ടിക്കോ. ലോയൽറ്റി ഈസ് എ ബ്ലഡി ഫൂളിഷ്നെസ് ഓഫ് ദിസ് 21st century. താനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയിക്കോളൂ. പിടിച്ചിറക്കൊണ്ട് വാടാ നായിന്റെ മനം. കമ്മീഷണറുടെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന കഴിവരെ കിളിമാസ് കളിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വാടാ നായിന്റെ മോനെ. മോനല്ല, മോള. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാ. എന്ത് തരൂ? മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കണ്ട. ആരാ എന്താണെന്നൊന്നും ഞാൻ നോക്കൂല. തൂക്കിയെടുത്ത് അകത്തിടും. കുളിച്ച് കുറിയും തൊട്ട് ഉത്സവം ഘോഷിക്കാൻ പോവല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? കൊള്ളാം. ഇന്റലിജൻസും വിജിലൻസും ഒക്കെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ മോളല്ലേ കമ്മീഷണറെ ഞാൻ. ഞാൻ അറിയാതെ ഒരു ഈച്ച പോലും ഈ സംസ്ഥാനത്ത് ചുമ്മാ പറക്കില്ല. എന്താ സംശയമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ടാ ഉത്സവത്തിന്. എല്ലാവരും ഒരിടത്തേക്കാവുമ്പോ എന്തിനാ രണ്ട് വണ്ടി? നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാ പോരെ? ഒരുമിച്ച് പോകാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിച്ചിരുത്തി അങ്ങനെ. പ്ലീസ് കമ്മീഷണർ, കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നോളാം. അങ്ങനെ നിന്റെ ഡ്രൈവറായിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകല് കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കുക ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ. വണ്ടിയിലാണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ. ഞാൻ വേണം പ്രൈവറ്റ് ഒന്നിനും വന്നോളാം. എന്നാ നീ കൂട്ടിക്കൊണ്ട് ബാക്കി ഊച്ചെടുത്തോളാം. പത്രോസേ, ഞാൻ കണ്ടില്ല.